ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലഗസ മീഡിയ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ പരിപ്പോടെയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നല്ല എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. പരിപ്പോട തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്. ഏകദേശം ഒരു 200 ഗ്രാം ഉണ്ട്. അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതെല്ലാം എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വേണം ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 200 ഗ്രാം പരിപ്പ് എന്ന് പറയുമ്പോൾ ഒരു 2-3 വട്ടം ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. കടലപ്പരിപ്പൊക്കെ എല്ലാതും മിക്സിയിലിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയല്ല, ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും. ഇതുപോലെ കിട്ടണം. പരിപ്പോടെ മിക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചി, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ സവാള. എല്ലാം ചെറിയ ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഐറ്റംസ് ഓരോന്നായിട്ട് പരിപ്പ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചതിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച കറിവേപ്പില. ഇനി നമ്മളിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടിയും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി നമുക്ക് ചേർക്കാനുണ്ട്. നമുക്ക് ഒരു 2 വറ്റൽമുളക് അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പരിപ്പോട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിലൊക്കെ നന്നായിട്ട് കിടന്ന് ചൂടാവണം. ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ പരിപ്പോട ഷേപ്പാക്കിയിട്ട് നമ്മൾക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടില്ല. പരിപ്പോട ഷേപ്പാക്കി എടുക്കാനായിട്ട് നമ്മൾ കുറച്ച് മിക്സ് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒരു പരത്തി ഇതുപോലത്തെ ഷേപ്പ് വീഡിയോയിൽ കാണുന്ന പോലെ അതേ ഷേപ്പിൽ ആക്കിയെടുക്കുക. അപ്പോൾ പരിപ്പോട മിക്സൊക്കെ നന്നായിട്ട് ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പരിപ്പോട മിക്സ് ഇതുപോലെ എല്ലാതും ഷേപ്പാക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പരിപ്പോട ഒരു ഭാഗമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ പരിപ്പോടയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗവും മുരിഞ്ഞ് വന്നിട്ട് 2 ഭാഗം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കോരി വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പോട തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് തയ്യാറാക്കിയ പരിപ്പോട ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വ്യത്യസ്തമായ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും.